ഇന്നത്തെ നമ്മുടെ ഒരു ചർച്ചാ വിഷയത്തിലേക്ക് കടക്കുകയാണ്. തൃശൂരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്ത്രീശക്തി സമ്മേളനത്തിൽ പങ്കെടുത്തതിന് നടി ശോഭനയ്ക്കെതിരെ സൈബർ ആക്രമണം ശക്തമാവുകയാണ്. ഈ വിഷയം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നു. ശോഭനയെ ആക്രമിക്കുന്നത് എന്തിന്? ഇപ്പോൾ നമുക്കൊപ്പം ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ ശീതൽ ശ്യാം, ഭാഗ്യലക്ഷ്മി, ശ്രീലക്ഷ്മി അറക്കൽ എന്നിവരെ പ്രതീക്ഷിക്കുകയാണ്. ആദ്യം ശീതൽ ശ്യാം നമുക്കൊപ്പം ചേരുന്നു. ശീതൽ, ഈ ചടങ്ങിന് ശേഷം ശോഭനയ്ക്കെതിരെ വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്കാണ് നടക്കുന്നത്. അതിൽ താങ്കളുടെ ചിത്രങ്ങൾ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. താങ്കൾ അതിൽ പ്രതികരിക്കുകയും ചെയ്തിരുന്നു. എന്താണ് ഈ വിഷയത്തിലുള്ള താങ്കളുടെ നിലപാട്? ഇനി ശോഭനയെ കാട്ടി അല്ലെങ്കിൽ ശോഭനയെ പോലെ ഉണ്ട് എന്നാരും പറയരുത് എന്നൊക്കെ താങ്കൾ സമൂഹ മാധ്യമത്തിലൂടെ അഭിപ്രായം രേഖപ്പെടുത്തുകയുണ്ടായി. എന്താണ് താങ്കൾ ഇതിനിടയിൽ നേരിട്ട അനുഭവങ്ങൾ? എന്താണ് അങ്ങനെ ഒരു അഭിപ്രായ പ്രകടനത്തിന് പ്രേരിപ്പിച്ച കാര്യം? ഒന്ന്, ഞാൻ വളരെ ചെറുപ്പം മുതലേ ശോഭനയെ ഇഷ്ടപ്പെടുകയും ശോഭനയുടെ കഴിവുകളെയും കലാപ്രകടനത്തെയും അവരിലുള്ള അഭിനേത്രിയൊക്കെ ആഗ്രഹിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് പലപ്പോഴായിട്ട് എൻ്റെ വീട്ടിലും അല്ലെങ്കിൽ എൻ്റെ പൊതു ഇടങ്ങളിലൊക്കെ ഞാൻ പലപ്പോഴും അവരെ പോലെ ആവാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്ന അവസരങ്ങളുണ്ടായിരുന്നു. അവർ തൃശ്ശൂരിലെ ഏതെങ്കിലുമൊക്കെ നൃത്ത പരിപാടികളിൽ വരുമ്പോൾ നേരിട്ട് അവരെ കാണാൻ പോവുകയും അവരുടെ നൃത്ത പരിപാടി ആസ്വദിക്കുകയും ചെയ്തിട്ടുള്ള ഒരാൾ കൂടിയാണ് ഞാൻ. അവരോട് എപ്പോഴും ഒരു പ്രത്യേകതരം ഇഷ്ടവും സ്നേഹവും ഒക്കെ വെച്ച് പുലർത്താൻ ശ്രമിച്ചിരുന്ന ഒരാളാണ് ഞാൻ. ഈ കഴിഞ്ഞ ദിവസം ഞാനിട്ട പോസ്റ്റ് ഇതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ഒരു വിഷയത്തിൽ മാത്രമല്ല എന്നുള്ളതാണ്. കാരണം എനിക്ക് അവരോട് വിയോജിപ്പ് എന്നുള്ള രീതിയിൽ സംസാരിക്കുമ്പോൾ ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ ഒരു പോസ്റ്റ് ഇടാൻ കാരണം എൻ്റെ പല സുഹൃത്തുക്കളും പറയാറുണ്ട്, അവർ കളിയാക്കിയിട്ടോ സ്നേഹപ്രകടനത്തിലോ ഒക്കെ പലപ്പോഴും പറയാറുണ്ട് ശോഭനെ പോലെ ഉണ്ട് എന്നൊക്കെ കാണാൻ. അപ്പം അത് ഞാനൊരു കൃത്യമായിട്ട് തന്നെ എൻ്റെ ഒരു ഭാഷയുണ്ട്, ഞാൻ പറഞ്ഞതാണ് ഇനി ആരും എന്നെ അങ്ങനെ പറയരുതെന്ന്. അത് പറയാൻ പ്രധാനപ്പെട്ട കാര്യം, അതിൻ്റെ തലേ ദിവസമാണ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി തൃശ്ശൂരിൽ വരുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ സ്ത്രീകളുടെ ശക്തിയുമായി ബന്ധപ്പെട്ട് നാരീശക്തി സദസ്സിൽ പ്രിയപ്പെട്ട നടി ശോഭന ഇങ്ങനെ സംസാരിച്ചത്. നമ്മൾ ഇന്ത്യയിൽ ജീവിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു നേതൃത്വത്തിൻ്റെ കീഴിലാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ നല്ലൊരു ഭരണാധികാരിയുടെ കീഴിലാണ് എന്നുള്ളൊരു അഭിപ്രായത്തോടുള്ള വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് എനിക്കങ്ങനെ അവരോട് സംസാരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ അവരുമായിട്ട് താരതമ്യം ചെയ്തുകൊണ്ട് അങ്ങനെ ഒരു പോസ്റ്റ് ഇടാൻ കഴിഞ്ഞത്. അതിൻ്റെ ഒരു ഭാഷയുണ്ട്. കാരണം ശോഭനയുടെ ജീവിതാനുഭവങ്ങൾ പലപ്പോഴും വായിക്കാനും അവരുടെ ഇൻ്റർവ്യൂകൾ കാണാനും ഇടയായിട്ടുള്ളൊരു വ്യക്തി എന്ന നിലയ്ക്ക് അവർ പലപ്പോഴും കലയെക്കുറിച്ചും സിനിമയെക്കുറിച്ചും സ്വകാര്യ ജീവിതത്തെക്കുറിച്ചൊക്കെ പലപ്പോഴായി സംസാരിക്കുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. സ്വന്തം കുടുംബജീവിതത്തെക്കുറിച്ചും സ്വന്തം വളർത്തുമകളെക്കുറിച്ചും സ്വന്തം ഇൻസ്റ്റിറ്റ്യൂഷൻ കലാതർപ്പണയെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ പോലും അവർ ഇത്തരം രാഷ്ട്രീയ വിഷയങ്ങളൊന്നും പലപ്പോഴും കൈകാര്യം ചെയ്യുന്നത് കണ്ടിട്ടില്ല. പക്ഷേ നമ്മൾ ഇത്തരം വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ ഏത് രീതിയിലായിരിക്കണം സംസാരിക്കണമെന്നുള്ള ഒരു ഉത്തമ ബോധ്യത്തോടു കൂടി സംസാരിക്കണമെന്ന് ഞാൻ കരുതുന്നു. കലാകാരരായിട്ടുള്ള ആളുകൾക്ക് രാഷ്ട്രീയ നിലപാട് വേണ്ട എന്നുള്ളതല്ല, ആ ഒരു സാമൂഹ്യ പ്രതിബദ്ധത വേണ്ട എന്നുള്ളതല്ല. പക്ഷേ നമ്മൾ ഒരു സോഷ്യൽ സ്പേസിൽ നിന്നുകൊണ്ട് പ്രത്യേകിച്ച് സ്ത്രീകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു അഭിപ്രായ പ്രകടനം നടത്തുമ്പോൾ അവർ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടിയിരുന്നു ഞാൻ മനസ്സിലാക്കുന്നു. കാരണം അവർ നൃത്തത്തിന്റെ റിസർച്ചുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ വാസ്തുവിദ്യയെക്കുറിച്ചും ഹിന്ദുത്വ സംസ്കാരത്തെക്കുറിച്ചും ഹിന്ദു ക്ഷേത്രങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ പോലും അവരിവിടെ പൊളിഞ്ഞു പോയിട്ടുള്ള വാസ്തുശില്പ പോലെയുള്ള കലകൾ ഉൾപ്പെട്ടുകൊണ്ടുള്ള ബാബറി മസ്ജിദിനെ കുറിച്ചൊന്നും അവർ സംസാരിച്ചിട്ടില്ല. അവരെപ്പോഴും ഇത്തരത്തിലുള്ള ഹിന്ദുത്വത്തെ ഉയർത്തിപ്പിടിക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്, അത് അവരുടെ പക്ഷം. പക്ഷേ അവരിവിടെ നടന്നിട്ടുള്ള ദളിത് അട്രോസിറ്റീസിനെ കുറിച്ചോ ഇവിടെ നടന്നിട്ടുള്ള കർഷക സമരങ്ങളെ കുറിച്ചോ ഇവിടെ നടന്നിട്ടുള്ള മുസ്ലിം മനുഷ്യരോടുള്ള വെറിയെക്കുറിച്ചോ പശുവിനെ താരതമ്യം ചെയ്തുകൊണ്ട് മനുഷ്യനെ കൊല്ലുന്നതിനെ കുറിച്ചോ ഇവിടെ ഹത്രാസിൽ നടന്ന പീഡനങ്ങളെ കുറിച്ചോ പുൽവാമയിൽ നടന്നിട്ടുള്ള പ്രശ്നങ്ങളെ കുറിച്ചൊന്നും അവര് മനസ്സിലാക്കിയിട്ടില്ല. നമ്മുടെ നേതൃത്വം ഈ ശോഭന പറഞ്ഞിട്ടുള്ള പരമോന്നത അധികാരിയായിട്ടുള്ള വളരെ നല്ലവനായിട്ടുള്ള നമ്മുടെ ഭരണാധികാരിക്ക് കീഴിലാണ് ഇതൊക്കെ നടക്കുന്നത്. അതിപ്പോൾ ഈ അടുത്ത് ബഹുമാനപ്പെട്ട മുൻ എം പി ആയിട്ടുള്ള സുരേഷ് ഗോപി പോലും പറഞ്ഞത് UP-യിലെ പോലെ തന്നെ ഇവിടെയും ബുൾഡോസർ കൊണ്ടുവന്ന് തകർക്കണം എല്ലാത്തിനെയും എന്നുള്ളത് ഒരു സംസാരം ഉണ്ടായി. നമുക്ക് സുരേഷ് ഗോപിയെ പോലെയുള്ള ആളുകളെ നിഷ്കരണം തരംതിരിക്കാം. കങ്കണ റണൌട്ടിനെ പോലെ BJP
ആനുകൂല്യം പറയുന്ന ആളുകളെ നമുക്ക് നിഷ്കരണം തള്ളിക്കളയാം. എന്തുകൊണ്ട് ശോഭന എന്ന് ചോദിക്കുന്നിടത്താണ് നമുക്ക് പ്രശ്നം വരുന്നത്. അവർ അഭിനേത്രി ആയിരിക്കാം, ശരിയായിരിക്കാം, പക്ഷെ അവരുടെ കലകളെയും അവരുടെ സംഭാവനകളെയും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ടും ആ ബഹുമാനം നിലനിർത്തിക്കൊണ്ടും അവർ ആ വേദിയിൽ ഉന്നയിച്ച ആ പ്രശ്നത്തെ കൃത്യമായിട്ട് വിയോജിപ്പ് രേഖപ്പെടുത്തുകയാണ് ഇവിടെ.